കുടുംബശ്രീ അംഗങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയ ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം വള്ളക്കടവിലാണ് ഒരു കൂട്ടം കുടുംബശ്രീ അംഗങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായത്. വരവ് ചെലവ് കണക്ക് ചോദ്യം ചെയ്തതിന് പിന്നാലെയായിരുന്നു സംഘർഷം. തിരുവനന്തപുരം കോർപ്പറേഷന്റെ വള്ളക്കടവിലുള്ള കമ്മ്യൂണിറ്റി ഹാളിലാണ് കുടുംബശ്രീക്കാർ ചേരിതിരിഞ്ഞ് തല്ലിയത്. വാർഷിക സമ്മേളനത്തിന് അംഗങ്ങളിൽ നിന്നും പിരിച്ച തുകയുടെ വിനിയോഗം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നുണ്ടായിരുന്നു. വള്ളക്കടവ് വാർഡിലെ കുടുംബശ്രീ യൂണിറ്റിന്റെ സാമ്പത്തിക ഇടപാടുകളിലും ആക്ഷേപം നിലനിൽക്കുകയാണ്. കോർപ്പറേഷൻ കൗൺസിലർ ഷാജിദ നാസറിന്റെ മകൾ വിനീത നാസറിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം കുടുംബശ്രീ യോഗസ്ഥലത്തെത്തി കണക്ക് അവതരിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. ADS പ്രസിഡന്റ് ഹസീന നിസാം അടക്കമുള്ള ഔദ്യോഗിക വിഭാഗം ആവശ്യം നിരാകരിച്ചതോടെയാണ് കാര്യങ്ങൾ കയ്യാങ്കളിയിലേക്ക് നീണ്ടത്. കുടുംബശ്രീയിൽ 120 രൂപ വീതം 125 രൂപ വീതം ഇവർ വാർഷികത്തിന് ADS വാർഷികത്തിന് വേണ്ടി പിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കണക്ക് നമ്മൾ ചോദിച്ചു. ആ കണക്ക് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല. പിന്നെ ഒരു അസീന എന്ന് പറഞ്ഞാൽ അവർക്ക് ചോദിച്ചപ്പോൾ അവർ സിഒയുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ കണക്ക് കേട്ടപ്പോൾ ഞങ്ങളിത് ഇങ്ങനെ ഇട്ടിട്ട് വെള്ളം വീത്തി എന്നാണ് അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഇവരിങ്ങനെ വാക്കായിട്ട് പറഞ്ഞിട്ട് നമ്മൾ പ്രശ്നങ്ങൾ പറഞ്ഞ് ഇതായി വന്നപ്പോഴാണ് ഇവർ ഇറങ്ങിപ്പോയിട്ട് തിരിച്ചു വന്നിട്ടാണ് ഇവർ ഉപദ്രവിക്കാൻ വന്നത്. കണക്കാവശ്യപ്പെട്ട് വന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 16-കാരിക്ക് മർദ്ദനമേറ്റതായാണ് പരാതി. ഇക്കാര്യത്തിലാണ് ആദ്യം പോലീസിൽ പരാതി കിട്ടിയത്. കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുക്കണമെന്നായിരുന്നു പരാതിക്കാരുടെ ആവശ്യം. കുടുംബശ്രീയുടെ ഔദ്യോഗിക വിഭാഗവും പരാതിയുമായി പോലീസിനെ സമീപിച്ചു. വള്ളക്കടവിലെ CPMലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം വിനീത നാസർ അടക്കമുള്ളവർ നേരത്തെ പാർട്ടി വിട്ടിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.